ശ്രീ നിർമ്മൽ എബ്രഹാം ശ്രീ നിർമ്മൽ എബ്രഹാം, ഇന്നത്തെ യോഗം നിർണായകമായിരുന്നു. നാളെ അതിനിർണായകമായ യോഗം ചേരാൻ ഇരിക്കുകയാണ്. രാജ്യം ഒരു സൈനിക നീക്കത്തിലേക്ക് പാകിസ്ഥാനെതിരെ പോകുന്നുവെന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നുണ്ടോ? അല്ല, ഇന്ത്യ ഇപ്പോൾ ചെയ്യേണ്ടത് മൂന്ന് കാര്യമാണ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ പ്രതികാരം, അല്ലെങ്കിൽ പ്രതീകാത്മകമായിട്ട് എന്തെങ്കിലും, അതല്ലെങ്കിൽ ഇതിനൊരു പ്രതിവിധി. എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ഒരു അപ്രോച്ച്, ശരിയായ അപ്രോച്ച് എടുക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പ്രതിവിധി എന്നുള്ള അപ്രോച്ച്. കാരണം പ്രതികാരത്തിന് പോയി കഴിഞ്ഞാൽ ഹാർഷായിട്ടുള്ള മിലിറ്ററി അറ്റാക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ശരിയാണ്, എക്കണോമിക്കലി സഫർ ചെയ്ത് നിൽക്കുന്നതാണ്, മിലിറ്ററിലി നമ്മളെക്കാളും ഇൻഫീരിയറാണ്. പക്ഷേ റിപ്പർക്കഷൻ ഉണ്ടാവും. നമ്മളെല്ലാ യുദ്ധങ്ങളിലും കാണുന്ന പോലെ കാലാകാലങ്ങളായിട്ട് നീണ്ടുപോകുന്ന ചെറിയ ചെറിയ അറ്റാക്സ് നടന്നു പോകുന്ന ഒരു രാജ്യമായിട്ട് മാറേണ്ട ആവശ്യമില്ല. അതല്ല, പ്രതീകാത്മകമായിട്ട് സിംബോളിക്കായിട്ടൊരു കാര്യം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ അത് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതിലൊക്കെ ഉപരി ഞാൻ വിശ്വസിക്കുന്നത് ഇത്തവണ ഒരു പ്രതിവിധിക്കായിട്ട് ഇന്ത്യ കുറേയേറെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ പല കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ യുദ്ധത്തിന് പോകാതെ തന്നെ പല രീതിയിൽ ഒരു രാജ്യത്തെ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലുള്ള രാജ്യത്തെ വീക്ക് ആക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള സ്ട്രാറ്റജിക് മൈൻഡ് നമുക്കുണ്ട്. അതിലൊരു കാര്യമാണ് 2018 ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റ് ചെയ്താണ്. എന്തിനാണ് ഗ്രേ ലിസ്റ്റ് ചെയ്തത്? ലഷ്കർ ഇ തായ്ബയും ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിന് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഏകദേശം തെളിഞ്ഞ സമയത്ത് ഗ്രേ ലിസ്റ്റ് ചെയ്തു. അതിനുശേഷം ഈ രണ്ട് പേരുകൾ നമ്മൾ കേൾക്കാതായി. ഇപ്പോൾ ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ് ശരിക്കും ഇത്. കാരണം ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് ഇല്ല എന്നവർ പറയുന്നു, ലഷ്കർ ഇ തായ്ബയൊക്കെ പഴങ്കഥയാണെന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് രൂപപ്പെട്ടിരിക്കുന്ന രണ്ട് ഫോഴ്സുകളാണ്. ഒന്ന് TRF, ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പേര് മാറ്റി അതിൻ്റെ ഇസ്ലാമിക് നേച്ചറൊക്കെ മാറ്റിയെങ്കിലും റെസിസ്റ്റൻസ് ഫ്രണ്ട് കഴിഞ്ഞ 6 വർഷത്തെ, ഇന്ന് ജമ്മു ആൻഡ് കശ്മീർ പോലീസ് കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്, ഏകദേശം 175ഓളം ആളുകളെ കഴിഞ്ഞ 6 വർഷമായിട്ട് വധിച്ചിട്ടുണ്ട്. അതിൽ പലതും അവർ തന്നെ ക്ലെയിം ചെയ്യുന്നുമുണ്ട്. അപ്പം എന്നാണ് ലഷ്കർ ഇ തായ്ബ മാഞ്ഞു പോയത് നമ്മുടെ ഓർമ്മയിൽ നിന്ന്, അന്ന് മുതൽ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഓഫ് ഷൂട്ടാണെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത്. രണ്ട്, ജെയ്ഷെ മുഹമ്മദും മാഞ്ഞുപോയ സമയത്താണ് പീപ്പിൾസ് ആൻറ്റി ഫാഷിസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരു സംഘടനയും വരുന്നത്. അവരും ഇതുപോലെ അറ്റാക്കുകൾ നടത്തി വരുന്നു കഴിഞ്ഞ 5-6 വർഷമായിട്ട്. അപ്പം ഈ സമയത്ത് ഇന്ത്യക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ ബന്ധങ്ങൾ, അതായത് പണ്ട് നമുക്കറിയാം ഈ പഴയ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിനൊക്കെ തന്നെ ഫണ്ടിങ് അവിടെ കൊടുക്കുന്നു, അവിടെ ഓപ്പണായിട്ട് റാലികൾ നടക്കുന്നു, ലാഹോറിലും മറ്റ് സ്ഥലങ്ങളുമായിട്ട് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പ്രവർത്തിച്ചു വരുന്നു, മദ്രസകളും ഡൊണേഷനും ചാരിറ്റിയും വഴി ഇവർ ഫണ്ടിങ് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ റേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ TRFും PAFFും തമ്മിലുള്ള പാകിസ്ഥാൻ്റെ ബന്ധം ഇന്ത്യ തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാനെ തിരിച്ച് ഗ്രേ ലിസ്റ്റിൽ ഇടുകയോ അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പാകിസ്ഥാൻ എക്കണോമിക്കലി ഭയങ്കരമായിട്ട് സഫർ ചെയ്യും. ഉദാഹരണം വേൾഡ് ബാങ്കിന്റെ ഭീകരവാദത്തെ തുണച്ചിരുന്ന രാജ്യമാണെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി സമ്മതിക്കുകയും അത് അമേരിക്കയാണ് അതിന് കാരണക്കാർ എന്ന് പറയുകയും ചെയ്യുമ്പോഴും ഇന്ത്യ ഇപ്പോൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അത് നേരത്തെ പുൽവാമയിലെയും അതുപോലെ തന്നെ പത്താൻകോട്ടിലെയും ഉറിയിലെയും ഒന്നും പാകിസ്ഥാൻ സമ്മതിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യയാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ, അത് പാകിസ്ഥാന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് എന്നുള്ള പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പോൾ രാജ്യത്ത് നിന്ന് തന്നെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ആ രീതിയിലേക്ക് വഴിമാറുന്നതായി തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് കൂടുതലായിട്ട് പാകിസ്ഥാൻ അവിടെ ഉപയോഗപ്പെടുത്തുകയും അത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യും. UN പോലും ഇവിടെ യുവരാജ് ആ ഒരു ആശങ്ക പറഞ്ഞിരുന്നു. ശരിയാണ്, രാഷ്ട്രീയപരമായിട്ട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ഈ സമയത്ത് ചെയ്യുന്നത് തെറ്റാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ ഏത് രാജ്യം എടുത്തോ, ഈവൻ ഇസ്രായേലിൽ പോലും ബെഞ്ചമിൻ നെതന്യാഹുവിനെ അത്രയധികം വെറുത്തിരുന്ന എതിർ പാർട്ടികൾ ആ അറ്റാക്ക് ഉണ്ടായ സമയത്ത് അത് ഒരു 3-4 മാസമെങ്കിലും അവർ രാജ്യത്തിനൊപ്പം നിന്നു, അവർക്കൊപ്പം നിന്നു, ഒരു റിറ്റാലിയേഷന് വേണ്ടി അവർ കാത്തിരുന്നു. ഇവിടെ ഇന്ത്യയിൽ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം നടന്നതിൻ്റെ വ്യക്തത പറയുകയാണെന്നുണ്ടെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു വാദത്തിലോട്ട് പോകുന്നത് തെറ്റാണ്. ഈ സമയത്ത് എന്തെങ്കിലും രീതിയിലാണ് അത് കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചടിയാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു പോയിന്റിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ പോകുന്നത്, പകരം ഒറ്റക്കെട്ടായി നിൽക്കാനും അതേപോലെ ഇന്ത്യയുടെ നറേറ്റീവ് സിംഗിൾ നറേറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കണം. മാത്രമല്ല, ഒരു വശത്ത് റൂളിംഗ് പാർട്ടി സെൻട്രൽ ഗവൺമെൻറ് വാദിച്ചു വരുന്ന കാര്യങ്ങളെല്ലാം അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നെഗേറ്റ് ചെയ്യുന്ന പോലത്തെ സംസാരങ്ങളാണ്. ഇപ്പം 2008 താങ്കൾ ചോദിച്ചു ഇതിൻ്റെ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പത്താൻകോട്ടും അതേപോലെ പുൽവാമ അറ്റാക്കും പാർലമെൻറ്റ് അറ്റാക്കും ഒക്കെ ജെയ്ഷെ മുഹമ്മദാണ് ചെയ്തെന്നുള്ളതിൻ്റെ തെളിവുകളുണ്ട്. 2008 നമുക്ക് തെളിയിക്കാൻ സാധിച്ചൊരു കാര്യമാണ്. മുംബൈ അറ്റാക്ക് നടന്നപ്പോഴത്തേക്കും സക്കീഉൽ ഹുസൈൻ എന്ന് പറയുന്ന അവരുടെ നേതാവിനെ കണ്ടെത്തിയത് പാകിസ്ഥാനിൽ നിന്നാണ്.
അജ്മൽ കസബ് നേരിട്ട് സമ്മതിച്ച കാര്യം, അദ്ദേഹത്തിന് ടെസ്റ്റിമോണി ഉണ്ട്, പാകിസ്ഥാനിലാണ് എനിക്ക് ട്രെയിനിങ് കിട്ടിയത്, ലഷ്കർ തായ്ബയാണ് ട്രെയിൻ ചെയ്തത്. ഡേവിഡ് ഹെഡ്ലി എന്ന് പറഞ്ഞ പാകിസ്ഥാനി അമേരിക്കൻ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് പാകിസ്ഥാൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസ് ആയിട്ടുള്ള ISI ഞങ്ങൾക്ക് ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ തന്നിരുന്നു. ഇങ്ങനെയുള്ള തെളിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വശത്ത് ഇന്ത്യ വാദിക്കാൻ നോക്കുകയാണ്. റെസിസ്റ്റൻസ് ഫ്രണ്ട് എങ്ങനെ രൂപപ്പെട്ടു, അത് ശരിക്കും പറഞ്ഞാൽ ലഷ്കർ തോയ്ബയുടെ പുതിയ പേരാണോ, ഇങ്ങനെയൊക്കെ തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്തുനിന്ന് രാഷ്ട്രീയപരമായിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാർട്ടിയും ഈ രീതിയിൽ ഈ ഒരു പോയിന്റിൽ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ശരി, ശ്രീ റോണിക്ക ബേബി, അത് ശരിയല്ല എന്നുള്ള ഒരു നിരീക്ഷണം പൊതുവേ ഉണ്ട്.